ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ആറ്റിങ്ങൽ ആലങ്കോട് അങ്ങോട്ട് പോവുകയാണ്. ജസ്റ്റ് ഡ്രസ്സ് നോക്കാനായിട്ട്. സോണിക്കും ഡ്രസ്സ് എടുക്കണം, എനിക്കും നോക്കണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് പോയി സോണി അങ്ങ് വിളിച്ചിട്ട് വരണം, എന്നിട്ട് ഇവിടുന്ന് ബസ്സിൽ വേണം പോവാൻ. അപ്പൊ നമുക്ക് പോയി സോണിയെ വിളിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ ദേ പോകാനായിട്ട് ഇറങ്ങി. ഇതിൻ്റെ അകത്ത് ഷമ്മുവിൻ്റെ ചെരുപ്പും പിങ്കിത്താട് ഡ്രസ്സും ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം. അപ്പോൾ പിന്നെ പോയി നമുക്ക് സോണിയെ വിളിച്ചിട്ട് വരാം. ഞാൻ നേരെ കാറിൽ കയറി സോണിയെ വിളിക്കാനായിട്ട് പോവാണ്. കുറച്ചു നേരം അവളെ റെഡിയായി നിന്ന് പോസ്റ്റായി ഇങ്ങനെ അതിന്റെ പരാതി പറഞ്ഞ് വരാണ്. അങ്ങനെ അവളെ നേരെ കാറിൽ കയറിയിട്ട് വീട്ടിൽ പോവുക, വീട്ടിൽ അവിടെ ബസ്സിൽ പോവുക, ഇതായിരുന്നു പ്ലാൻ. പക്ഷെ പ്ലാൻ എല്ലാം തെറ്റിച്ചുകൊണ്ട് ഞങ്ങൾ കാറിലാണ് പോകുന്നത്. അച്ചുകുട്ടി പറഞ്ഞു നിങ്ങൾ കാറിൽ പോകുമ്പോൾ മുന്നാക്കം ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ കാറിലാണ് പോകുന്നത്. വെയിലത്ത് ബസ്സിൽ പോകുന്നതും കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ അപ്പം തന്നെ ചാടി കാറിൽ കയറി നേരെ ആലങ്കോട് നൂറയിലെത്തി. ഇനിയാണ് അംഗം തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ കയറി ഞങ്ങൾ ഒരു കോട്ട് സെറ്റിന്റെ സെക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, ഇത്തവണ നമുക്ക് കോട്ട് സെറ്റ് ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാനും സോണിയും കൂടി 2 കോട്ട് സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ട്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ സോണി ട്രൈ ചെയ്യാൻ കയറിയിട്ട് അവർക്ക് സൈസ് കുറച്ച് വലുതായിരുന്നു. ദെൻ ഞാൻ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പാന്റ് കുറച്ച് ടൈറ്റ് ആയിരുന്നു. അങ്ങനെ അത് അവിടെ നിർത്തി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ചധികം നോക്കി. കളക്ഷൻസ് കുറച്ച് കുറവായിരുന്നു. കാര്യം ഞങ്ങൾ പെരുന്നാളിന്റെ തലക്കുന്ന ദിവസമാണല്ലോ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു കോട്ട് സെറ്റ് ഇട്ട് ഞങ്ങൾ അത് ട്രൈ ചെയ്തു. ഞങ്ങൾക്ക് വൻ കോമഡി ആയിരുന്നു ആ ഡ്രസ്സ്. ഞങ്ങൾ ചിരിച്ചിരിച്ചു ഉപ്പാടായി. പിന്നെ അവിടെ നിന്ന് ആ ഡ്രസ്സ് അപ്പം തന്നെ മാറ്റിയിട്ട് അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച പാവ ഞങ്ങളുടെ മുന്നേ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തപ്പാണ്. കാര്യം അപ്പം അടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയെന്നായി. അങ്ങനെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത നൂറയിൽ പോകുന്ന കരുതിയതാ. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാണാൻ ഐ സ്റ്റൈൽ കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കയറിയിട്ട് അവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു, ആൾക്കാരും തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മുന്നേ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് കിട്ടിയാൽ മതിയെന്നായി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഡ്രസ്സ് നോക്കാണ്. ഫസ്റ്റ് നോക്കി ഞങ്ങൾക്ക് 2 ഡ്രസ്സ് സെറ്റായി. ഇത് അഫ്സ ഞങ്ങൾക്ക് അവിടെ നിന്ന് കമ്പനി ആയതാണ്. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു, ബില്ലൊക്കെ ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ആറ്റിങ്ങലിലോട്ടാണ്. അങ്ങനെ ഡ്രസ്സ് കിട്ടിയൊരു സന്തോഷമാണ് മുഖത്ത്. നേരെ ആറ്റിങ്ങലിൽ പർപ്പിളിൽ പോകുന്നുണ്ട്. കാരണം എനിക്ക് ഒരു ലിപ്സ്റ്റിക്കും ബ്ലഷും ഒക്കെ ലിപ്സ്റ്റിക്ക് മേടിക്കാനാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ബ്ലഷ് ഭയങ്കര ക്രഷായി. അങ്ങനെ പിന്നെ അത് മേടിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു. അങ്ങനെ അത് 2 ബില്ലിയാനായിട്ട് നിൽക്കാണ്. മുന്നേ ഞങ്ങളോട് കേരളാവും പുറത്ത് നിൽപ്പുണ്ട് വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ പെട്ടെന്ന് അത് 2 മേടിച്ചിട്ട് നേരെ ഞങ്ങൾ ഇനി അടുത്ത് പോകുന്നത് കല്ലമ്പലത്താണ്. കല്ലമ്പലത്ത് ഇനി നമുക്ക് മുന്നാക്ക് ഡ്രസ്സ് എടുക്കാം. കല്ലമ്പലത്ത് എത്തിയപ്പോഴത്തേക്കും നമുക്ക് വഴിയെന്ന് ഷമ്മുവിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഷമ്മു മുന്നേ ഞാൻ സോണിയും കൂടെ നേരെ കല്ലമ്പലം ഗോട്ടിലാണ് ചെന്നത് ഡ്രസ്സ് നോക്കാനായിട്ട്. അവിടെ നമുക്ക് ഡ്രസ്സ് സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ നേരെ അടുത്ത് കല്ലമ്പലത്ത് വൈറ്റിൽ വന്നു. അങ്ങനെ അവന് വേണ്ടിയിട്ട് ഷർട്ടും പാൻറ്റും എടുത്തു. പെട്ടെന്ന് തന്നെ അവൻ ഡ്രസ്സ് എടുത്തു. കാര്യം അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ആ ഡ്രസ്സൊക്കെ ആയിട്ട് ഇനി നമ്മൾ പോകുന്നത് ഷംസിനെ വീട്ടിലാക്കാനാണ്. അങ്ങനെ അവളെ വീട്ടിലാക്കാനായി നേരെ കാറിൽ കയറി ഷമ്മുവിനെ വീട്ടിന്റെ അവിടുത്തെ വഴിയിൽ നമ്മൾ ഇറക്കി വിട്ടു. കാര്യം നമുക്ക് ടൈമില്ല. അങ്ങനെ അവിടെ നാളെ ചാച്ചാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നേരെ നമ്മൾ ഇനി അടുത്തത് പോകുന്നത് പാൽപ്പള്ളിയിലോട്ടാണ്. കാര്യം ഉമ്മച്ചി അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഉമ്മായും പോയി എടുത്തിട്ട് വേണം ഇനി നമുക്ക് വീട്ടിൽ പോകാൻ. അപ്പോഴത്തേക്കും 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് വെക്കാനൊക്കെ ടൈമായി വരെയാണ്. പാൽപ്പള്ളി എത്തിയപ്പോൾ തന്നെ നമുക്ക് ഉമ്മച്ചി കിട്ടിയിട്ടുണ്ട്. ഉമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ട് ഞാൻ ഞെട്ടി. എന്റെ ഡ്രസ്സ് എടുത്തിട്ടാണ് ഉമ്മച്ചി പാൽപ്പള്ളിയിൽ വന്നേക്കുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് വിത്തർ കൊടുക്കാനായിട്ടുള്ള അരി മേടിക്കണമെന്ന്. അരിയും പിന്നെ ഇതാ ഈ കോക്കനട്ടിന്റെ വെള്ളമൊക്കെ മേടിച്ചിട്ട് നേരെ വീടെത്തിയപ്പോൾ തന്നെ നല്ല തളർന്നിട്ടുണ്ട്. അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് വീഡിയോ കട്ടാകുന്ന നേരത്താണ് അപ്പുറത്ത് പടക്കമൊക്കെ പൊട്ടിക്കുന്ന സൗണ്ട് ആയിട്ട്. നാളെ പെരുന്നാളല്ലേ, അപ്പൊ എല്ലാ പെരുന്നാളിനും അവിടെ ഇങ്ങനെ ഈ പൂത്തിരി പോലത്തെ സംഭവങ്ങളൊക്കെ പൊട്ടിക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇത് മുബാറക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.